സംസ്ഥാന ശിക്ഷാ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് ക്രൂര പീഡനം നേരിട്ടതിൽ എന്തായാലും ശിക്ഷാ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ ഗോപി തന്നെയാണ് ഈ പരാതി പോലീസിന് നൽകിയിട്ടുള്ളതും. ഇതെങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞത്? കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്തോ മറ്റോ നഖം കൊണ്ട് നുള്ളിയ പാട് പട്ടക്സിൽ ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യം സംബന്ധിച്ച് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചതും നിയമപരമായ നടപടി സ്വീകരിച്ചതും. അല്ലാതെ ഈ പറയുന്ന കണക്ക് അതിക്രൂരമെന്നൊക്കെ പറഞ്ഞ് പേടിച്ചു പോകും. അപ്പോൾ അത് അങ്ങനെയല്ല, ഇത് ആവർത്തിക്കാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല, ഇവിടെ ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതോ മറച്ചു വയ്ക്കപ്പെടേണ്ടതോ അല്ല എന്ന സമിതിയുടെ ശക്തമായ നിലപാട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായ നടപടിയിലേക്ക് പോയത്. നിയമപരമായ കുട്ടി ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് നീറ്റലോ കുളിപ്പിക്കുന്ന കഴിയുന്ന സമയത്താണ് ഈ നഖം കൊണ്ട് ചെറിയ നുള്ളിയ പാട്, ആ ചെറിയ നുള്ളിയ പാടാണ്. ആ പാട് വെച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, നിയമപരമായ നടപടിയിലേക്ക് പോയത്. ഇപ്പോൾ 3 പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരും ഇതിൽ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അത് പോലീസ് പറയണ്ടേ. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം അന്വേഷണത്തിൽ ഇരിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നതിൽ പ്രയാസമുണ്ട്. 3 പേര് താൽക്കാലിക ജീവനക്കാരാണോ? ശക്തമായ നടപടി പോലീസിന് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പ്രയാസമുണ്ട്. താൽക്കാലിക ജീവനക്കാരാണോ? അത് എത്ര വർഷമായിട്ട് ഇവിടെ ജീവനക്കാരാണ് ഇവർ? താൽക്കാലിക ജീവനക്കാരാണ്. 5 വർഷത്തിലധികമായി ഇവിടെ. അവർ എന്തായാലും കൂടുതൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ മുൻപും ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടെ ഇല്ലേ? അത്തരത്തിലൊരു സംഗതി ഇതുവരെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്, പരിശോധിക്കും, കൃത്യമായി പരിശോധന നടത്തും. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശിക്ഷാ സമിതിയുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം കൂടെ കാണുമോ? ശിശുക്ഷേമ സമിതി സ്വാഭാവികമായും ഇക്കാര്യത്തെ സംബന്ധിച്ച് ശിശുക്ഷേമ സമിതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നല്ലോ. പോലീസ് ഇക്കാര്യത്തിൽ ശിശുക്ഷേമ സമിതിക്ക് എന്താ നിലപാടെടുക്കാൻ സാധിക്കുക? നിലപാടെടുക്കുന്നതിൽ പരിധിയുണ്ട്. അത് ആ നിലപാടാണ് ശിശുക്ഷേമ സമിതി എടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റും? ഇന്നിപ്പോൾ ഇവരെ അറസ്റ്റിലേക്കോ മറ്റൊന്നും പോകില്ലായിരുന്നു. ശിശുക്ഷേമ സമിതിയുടെ നിലപാട് ശക്തമായ നിലപാടാണ്. ആ ശക്തമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അത് നിയമപരമായ നടപടിയിലേക്ക് പോയത് ശിശുക്ഷേമ സമിതിയുടെ നടപടിയുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. വരും ദിവസങ്ങളിൽ ഈ കുട്ടികളുമായിട്ട് കൂടുതൽ കൗൺസിലിങ്ങോ മറ്റോ ഉണ്ടാകുമോ എല്ലാവർക്കും? തീർച്ചയായും അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ചെയ്യും. എന്തായാലും അരുൺ ഗോപി പറയുന്നത് പോലെ തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ശരി. ഈ സംഭവത്തിൽ ഉപദ്രവിച്ചത് അജിത എന്നാണ്. മറ്റു 2 പേർ വിവരം അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി കിട്ടുന്നത്.